മതപരിവർത്തന ആരോപണം ഉത്തർപ്രദേശ് കാൺപൂരിൽ മലയാളി പാസ്റ്റർ അറസ്റ്റിൽ. കാൺപൂരിലെ ഘടംപൂരിലാണ് സംഭവം. പാസ്റ്റർ ആൽബിനാണ് അറസ്റ്റിലായത്. വീടുകൾ കയറിയിറങ്ങി മതപരിവർത്തനം നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. പാസ്റ്റർ ആൽബിനെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പുറത്തു വരുന്നത്. അത് മതപരിവർത്തനം ആരോപണമാണ്. ഉത്തർപ്രദേശിൽ ഈ കാൺപൂരിലെ ഈ മലയാളി പാസ്റ്ററിനെ എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്? ഇത് കേവലമായ ഒരു ആരോപണമല്ല, നേരെ മറിച്ച് ഗ്രാമീണർ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് അവരുടെ വീടുകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെ അപമാനിച്ച്, അവരുടെ ദൈവങ്ങളെ അപമാനിച്ച് അവരെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ മലയാളിയായ പാസ്റ്റർ ആൽബിന്റെ എതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതായത് ഇയാളും ഭാര്യയും മക്കളും അടങ്ങുന്ന സംഘമാണ് ഒരു സംഘം ചേർന്ന് ഈ പ്രദേശത്ത് കാൺപൂരിലെ ഘടംപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മതപരിവർത്തനത്തിന് പോയത്. നമുക്കറിയാം, ഈ മേഖലയിലൊക്കെ തന്നെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെ പഞ്ചാബിലൊക്കെ തന്നെ അതിഭീകരമാംവിധം ഈ രീതിയിലുള്ള മതപരിവർത്തനം മലയാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് ആണെങ്കിൽ ഈ മതപരിവർത്തന മാഫിയെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. ഈ മലയാളികളായ പാസ്റ്റർമാരാണ് ഈ രീതിയിൽ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും ചെന്ന് അവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നത്. ഇപ്പോൾ കാൺപൂരിലെ ഘടംപൂരിൽ ഈ സംഭവം ഉണ്ടായതോടെ ആൽബിനെതിരെ കേസെടുത്തിട്ടുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംസ്ഥാനത്ത് മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചത് കൂടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട്. അവിടെയാണ് ഈ ആൽബിന്റെ നേതൃത്വത്തിൽ മതപരിവർത്തനം നടന്നത്. അവിടുത്തെ ഗ്രാമീണരാണ് അത് പോലീസിനെ അറിയിച്ച് ഇയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പണം നൽകിയും പ്രകോപിപ്പിച്ചുമൊക്കെയാണ് മതം മാറ്റം നടക്കുന്നത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ മലയാളികൾ അവിടെ ഈ പ്രശ്നമുണ്ടാക്കുന്നത് മൂലം മറ്റു മലയാളികൾക്ക് കൂടി ഈ മതപരിവർത്തന ശ്രമവുമായി മലയാളി പാസ്റ്റർമാർ കറങ്ങുന്നത് മൂലം മറ്റു മലയാളികൾക്ക് കൂടി ഉത്തർപ്രദേശിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സ്വാഭാവികമായും ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം വന്നാൽ, ഈ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസെടുത്താൽ അത് കേരളത്തിൽ വലിയ ചർച്ചയൊക്കെ ആക്കാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കും. അതായത് വീട്ടിനുള്ളിലേക്ക് കയറി ആരാധനാ മൂർത്തികളെയൊക്കെ തന്നെ പരിഹസിച്ച് അപഹസിച്ച് ഉള്ള മതപരിവർത്തനം നടക്കുന്നു. പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് മലയാളി പാസ്റ്റർമാരെ കൊണ്ട് ഉത്തരേന്ത്യ എന്ന് തന്നെ പറയാം. ശ്രീകാന്ത്, വ്യക്തമാണ്. മതപരിവർത്തന ആരോപണത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് കാൺപൂരിൽ ഒരു മലയാളി പാസ്റ്റർ അറസ്റ്റിലായിരിക്കുന്നത്. വീടുകൾ കയറിയിറങ്ങി ഈ മതപരിവർത്തനത്തിനായി ശ്രമിക്കുന്നതിനിടെയാണ് ഗ്രാമവാസികൾ ചേർന്ന് ഇദ്ദേഹത്തെ പോലീസിനെ ഏൽപ്പിക്കുന്നത്. കാൺപൂരിലെ ഘടംപൂരിലായിരുന്നു സംഭവം. പാസ്റ്റർ ആൽബിനാണ് അറസ്റ്റിലായത്.